Infection control. അപ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനെ പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം 14 സ്റ്റേഷൻ ഉണ്ടാവും. ആ 14 സ്റ്റേഷൻ പാസ്സായാൽ മാത്രമേ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം പാസ്സാവത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റേഷൻ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോളിൽ നമ്മൾ 10 മിനിറ്റാണ് ഓരോ സ്റ്റേഷനും ഉള്ളത്. അപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോളിൽ നമ്മൾ 3 പ്രൊസീജിയർ ചെയ്യണം. അതേപോലെ അവർ ചോദിക്കുന്ന വൈവയ്ക്കും ആൻസർ വരണം. അന്നേരമാണ് ആ സ്റ്റേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. 3 പ്രൊസീജിയർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹാൻഡ് റബ്ബ്, ഹാൻഡ് വാഷ്, പിന്നെ PPE ഇടുന്നതും ഊരുന്നതും. ഇതാണ് 3 നമ്മുടെ പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോട് നമ്മളെ ഇരുത്തിയിട്ട് നമ്മളോട് കുറേ വൈവയൊക്കെ ചോദിക്കും. അതിൽ മെയിനായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നുണ്ട്. എൻ്റെ എക്സാമിനും അതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടും ചോദിച്ചു വരുന്നത് 5 മൊമെൻറ്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ ഏതാണ്, അതേപോലെ സൂപ്പർ ബഗ്സിന് എക്സാമ്പിൾ, പിന്നെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ്, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കുന്നത്. മിക്ക ആൾക്കാർക്കും ഈ സ്റ്റേഷനിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടൈം അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം നമ്മൾ പെട്ടെന്ന് പ്രൊസീജിയേഴ്സ് ചെയ്തില്ലെങ്കിൽ വൈവയ്ക്കുള്ള ടൈം കിട്ടില്ല. അവർ ഒരു പേപ്പറിൽ ഇങ്ങനെ സൈൻ ചെയ്യുന്നുണ്ടാവും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ഇവാലുവേഷൻ നടക്കുന്നത്. പിന്നെ ചിലരോട് സേഫ് യൂസ് ഓഫ് ഗ്ലൗസ് ചോദിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ ഗ്ലൗസ് ഇടേണ്ടത്, എപ്പോഴാണ് ഗ്ലൗസ് റിമൂവ് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ പേരോട് കുറേ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടും നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് RCICയുടെ. ആ വെബ്സൈറ്റിൽ ഇതിൻ്റെ എല്ലാ ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അടുത്ത വീഡിയോ ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗ് ആണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് പറയാനുള്ളത്, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് അറിയാനായിട്ട് അടുത്ത വീഡിയോ കാണുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആപ്റ്റിറ്റ്യൂഡിനെ പറ്റിയും അതേപോലെ എക്സാമിനെ പറ്റിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബൈ.